ഗൈസ് ടൈം ഉണ്ട് ഞങ്ങൾ 5:38. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഞങ്ങൾ ഒരു വണ്ടി ഇതാണ്, പിന്നെ ഒരു വണ്ടി ഇതാണ്, ഞാൻ വന്ന വണ്ടി ഇതാട്ടോ നന്ദിനിൻ്റെ. അപ്പം അത് 12 വീലാണ്, ഇതും 12 വീലാണ്. ഇത് 6 വീലാട്ടോ. ഇതിൽ ഐസ്ക്രീമാണ്, അതിലും ഇതിലും മിൽക്കാണ്. വർത്തമാനത്തിലൊക്കെ ചെറിയ വറവുണ്ടാവും, പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നല്ല തണുപ്പാണ് ഈ ടൈമിൽ. ഇതാണ് നമ്മൾ കാണാൻ പോണ കാഴ്ച പറഞ്ഞാൽ ഫുൾ ഫോറസ്റ്റ് കാഴ്ചകളാട്ടോ. ഇവിടുന്ന് ഒരു 500 മീറ്റർ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ഫോറസ്റ്റ് കാഴ്ചകളാണ്. അപ്പം മോർണിംഗ് വ്യൂ ഞങ്ങളൊക്കെ കാണിക്കണേ. അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മളെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാത്തവർ മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഫോറസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ടോളില്ലല്ലോ, ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ആക്കിയല്ലേ. ഒരു ചെറിയ ടോളുണ്ട്, പോലീസുകാർ ചെക്കിങ് ഉണ്ടോ. രാവിലെ തന്നെ നമ്പറൊക്കെ നോട്ട് ചെയ്യും, ഏതൊക്കെ വണ്ടിയാണ് പാസ്സാണെന്നില്ല കണക്കിട്ടാൻ വേണ്ടി. റെഡി. രാവിലെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല മൃഗങ്ങളെ കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം ഇല്ലാന്നുണ്ടെങ്കിൽ മൃഗങ്ങളും ഉണ്ടാവില്ല. മൈക്കൊക്കെ എന്തോ കംപ്ലൈൻറ്റ്, അൺവോയിസ് സൗണ്ട് കിട്ടുന്നില്ല. ഇതേമാതിരി എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഉണ്ടാകുമ്പോഴേ കയറാൻ എന്തെങ്കിലും പ്രശ്നം വരാം, അല്ലെങ്കിൽ പ്രശ്നം വരാം. കുറച്ച് അങ്ങോട്ട് പോയാൽ ഈ കോട ഉണ്ടാവും കരുതിന്. ഇവിടെ ഫസ്റ്റിങ്ങിന് കോടല്ല, സാധാരണ നല്ല കോട ഉണ്ടായിരുന്നു. ഈ റൂട്ടിൽ ട്രക്കും കൂടെ വരുന്ന കാഴ്ച വേറെ തന്നെ കേട്ടോ. അപ്പോൾ ഇനി കാറിൽ എന്നിട്ടും കാര്യമില്ല, വേറെ ഏത് അതിൽ ഹെവി വണ്ടിയിൽ പൊന്തി ഇങ്ങനെ വരുന്ന ആ ഒരു കാഴ്ചകൾ വേറെ തന്നെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഏത് സൈഡ് പോകും. പിന്നെ ഈ റൂട്ടിൽ ലേഗാക്കി പറഞ്ഞാൽ അമ്പേക്കാരം, അമ്പ് കൂടുതലുണ്ടാവും, മൃഗങ്ങളല്ല പാസിങ് ഇല്ലോണ്ട്. റൂട്ടുണ്ട് ഞങ്ങൾ ഏതാ ഹൈവേ. സൈലന്റ് ക്യാബിനാണ് ഭാരത് ബെൻസിൻ്റെ ഒരു പ്രത്യേകത തന്നെ. യാത്രാ സുഖം നല്ല സുഖം. തോന്നാൻ വേണ്ടി ഇവിടെ എത്തിയണല്ലോ, അവിടെ കുറച്ച് നേരത്തെ തുറന്നു വെയിറ്റ്. അത് നമ്മൾ ലാസ്റ്റ് കഴിക്കുക. ആ
പ്ലേസ് തരുന്നുണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് കയറാം ബോഡി ഇട്ടാൻ. എന്താ കാണാനില്ലേ രാവിലത്തെ ഏർലി മോർണിംഗ് വ്യൂ ആട്ടത്. വണ്ടികൾ ഇങ്ങനെ വരിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഒരു വണ്ടി ബാക്കിലുണ്ട്, ഒരു വണ്ടി മുമ്പിലുണ്ട്. അജ്മിൻ്റെ വണ്ടിയാണ്. ഇവരൊക്കെ ഡെയിലി അങ്ങോട്ടും കാണുന്നോണ്ട് നമുക്ക് അറിയുന്ന ആൾക്കാരെ കയറാം. ഡെയിലി പാസ്സാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാൾ അങ്ങോട്ട് കയറുകയാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് കയറുണ്ടാവും. അത്രയും നല്ല കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കാണണ്ട. ബസ് കയറ്റണ്ട ഞങ്ങൾ. സൈലന്റ് ടപ്പക്കാട് ഒരു സാധനങ്ങളില്ല. നമ്മൾ ഡ്രൈവർ സാധാരണ പാട്ടൊക്കെ കേട്ട പോലെ ഞാനില്ലോണ്ട് എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ പാട്ട് ഓഫാക്കിച്ച. ഞങ്ങൾ ആദ്യം അവിടുന്ന് കയറിയപ്പം രണ്ടാൾക്കാരുണ്ടായിട്ടോ. അപ്പം മൂപ്പര് ഒരാൾ മറ്റേ വണ്ടിക്ക് മാറി. കടക്കാൻ നല്ല സുഖമാട്ടോ. കിടക്കാൻ ഒരാൾക്ക് ഇപ്പടിയും കിടക്കാം, ഒരാൾക്ക് ഇപ്പടിയും കിടക്കാം. കിടക്കണം അത്രയും വേറെ കാലുവേന കയ്യേന ഒന്നും ഉണ്ടാവില്ല. അത്രയും പെർഫെക്റ്റ് ആക്കി നമുക്ക് കടന്ന് ഇറങ്ങാം. രാവിലെ ആയതുകൊണ്ട് ഇത്ര വണ്ടി പാസ് ചെയ്തില്ലാണ്ട് ഒരു നട്ടുച്ച നേരത്തൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ഓരോ 1-2 വണ്ടിക്ക് ഇങ്ങനെ പോവുള്ളൂ. സ്ക്രാപ്പ് വണ്ടി നാട്ടിൽ ഒരു പച്ചക്കറി വരുന്നതാണ് നെയ്ലൻഡ്. നമ്മൾ ആ ഗുണ്ടൽപേട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലോഡ് കയറ്റി വന്ന് സൈഡാക്കിയാണ്ട് എടുത്തു പോരുന്ന വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടുന്ന് കാണുമ്പോഴേ എനിക്ക് ആ ഒരു ചുറുക്ക് കാണുള്ളൂ ഹൈവേ റണ്ണിങ്ങിൻ്റെ. മറ്റേ രാത്രിയൊക്കെ പോരുമ്പോൾ ഫുള്ള് രാത്രിയാണല്ലോ, അപ്പോൾ ഹൈവേ അത്ര ക്ലിയർ ഉണ്ടല്ലോ. ഇതൊക്കെ എന്തൊരു രസമുണ്ട് കാണാം, കണ്ടിങ്ങനെ ഇരുന്നൂടെ. വീടെന്ന് വെച്ചാൽ ഐഫോണാണ്. ഐഫോൺ ആയി കഴിഞ്ഞാൽ ഒരുപാട് നേരം ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ചാർജും കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് തോന്നെ ഭാഗങ്ങൾ നമ്മൾ കട്ടാക്കണേ. ലോങ് ഡിസ്റ്റൻസ് എടുക്കാനൊക്കെ എനിക്ക് നല്ല കമ്പുണ്ട്, വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചു തരാനൊക്കെ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഐഫോണിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞതാണ്,
വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരും, ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഇതിപ്പോൾ മൈസൂരിൽ നിന്ന് വരുന്നതിൻ്റെ പെട്ടെന്ന് സെറ്റാക്കിയൊരു വണ്ടിയാണ്. പിന്നെ നന്ദീൻ്റെ വണ്ടി ആരും എടുത്തൊന്നും കണ്ടിട്ടില്ല, അപ്പം അങ്ങനെ എടുത്തതാണ്. കണ്ടമാനം വണ്ടികൾ ഇപ്പോൾ നമ്മളെ നാട്ടിൽ കൂടെ ഓടുന്നുണ്ടല്ലോ നന്ദീൻ്റെ. അപ്പോൾ ഇങ്ങനെ ഒരുപാടായി വണ്ടി, ആ വണ്ടിയിലൊന്ന് കയറണം, ഒന്ന് എടുക്കണം എന്നുള്ള കണ്ടീഷൻ. ആ മൈസൂർ കൂടെ ഒരു പാസിങ് കണ്ടപ്പം ഞാൻ ഒരു ചെങ്ങായി ഉണ്ടോ അവനെ വിളിച്ചാണ്ട് സെറ്റാക്കിയാണ് കയറിയതാണ്. പോയില്ലേ അവിടെ ആന വെള്ളം കുടിച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണ് വെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കാണിച്ചേ ഉണ്ടാവും, ഇനി സാധനം ഉണ്ടാവും. രാവിലെ പാസ് ചെയ്യാൻ തന്നെ കേട്ടോ അവിടെ ഇതിൽ ഈ റൂട്ടിൽ ഭംഗി. കോടിമഴ ഉണ്ടെങ്കിൽ ഷാറേ കയറാം. കുഴ ഉണ്ടായ വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, എന്നിട്ട് പുകട്ട മാറിയ കയറാം. ഫുള്ള് ഇല കൊഴിഞ്ഞ് കേട്ടോ, സൈഡ് കണ്ണങ്ങള് ഫുള്ള് ഇല കൊഴിഞ്ഞ് അങ്ങനെ നിൽക്കുക ഏരിയകള്. പാലം കണ്ടങ്ങൾ, ചെറിയൊരു പാലം, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തിൻ്റെ പാലേ. നമ്മളെ ഈ റൂട്ടിന് പോരുകയാണെങ്കിൽ ഒറ്റ സ്റ്റേറ്റ് ആണ് ആയിട്ട് കർണാടക. അപ്പുറത്തെ ഗൂഡല്ലൂർ റൂട്ടിന് പോവുകയാണെങ്കിൽ കർണാടകയും കിടക്കണം, തമിഴ്നാടും കിടക്കണം, എന്നിട്ടാണ് കേരളത്തിൽ സ്റ്റാർട്ട്. 2 ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ഇതിനാണെങ്കിൽ ഒറ്റ ചെക്ക് പോസ്റ്റ്, കർണാടക മാത്രം. ഇത് വയനാട് റൂട്ടിനാണ് ഞങ്ങൾ പോകണേ. ചെറിയൊരു ഇറക്കം, എഞ്ചിൻ ബ്രേക്കൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ ഡൗൺ ആക്കി ഇങ്ങനെ പോരാ. വീഡിയോയിൽ കാണുമ്പോൾ വലിയ ഇറക്കണ്ടല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇറക്കാണ്. മേലെ കണ്ടെങ്കിൽ 2 നിങ്ങളൊരു വ്ളോഗായിട്ടൊന്നും കൂട്ടണ്ടോ, ഒരു ലോങ് ഡിസ്റ്റൻസ് വീഡിയോ ആയിട്ട് കൂട്ടിയത്. വ്ളോഗ് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളെ കാണിക്കേണ്ടി വരും. ഒരു ലോങ് ഡിസ്റ്റൻസ് വീഡിയോ മാത്രം കരുതിയാൽ നിങ്ങൾ. ഇതൊക്കെ ഫോറസ്റ്റ് ഓഫീസ് ആട്ടോ, 2 സൈഡിലും ഉണ്ടാവും. ഇവിടെ ചിലപ്പോൾ മറ്റേ കുങ്കിയാനകൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ബാക്കിലുണ്ട്.
സെൻറ്ററിലാണ്. പവർ വിൻഡോ സ്വിച്ചാണ് ഉണ്ടത്. ഇത് എ സി കൺട്രോളിങ് ഇതൊക്കെ. പിന്നെ ഫ്രീസറിൻ്റെ കൺട്രോളിങ്, ഫ്രീസർ കൺട്രോളിങ് ഇവിടെ അല്ലേ വരുന്നത്? മേലെ തന്നെയാണ് ഫ്രീസർ കൺട്രോളിങ്. അത് സെപ്പറേറ്റ് ആട്ടോ വണ്ടിയിട്ട്. ഭാരതീയത്തിൻ്റെ ക്യാബിന് ഒരു രക്ഷയില്ല. അത് ക്യാമറയാണ്. റോഡ് പ്രസൻസ് കണ്ടിട്ടാണ്. ഇതൊക്കെ മൂപ്പർക്ക് വേണ്ട രീതിയിലൊക്കെ പണിപ്പിച്ച വണ്ടികളാട്ടോ. അതായത് മൂപ്പർ ലുക്കിൽ ചെയ്ത വർക്ക് അതൊക്കെ ഏകദേശമൊക്കെ. സൺഡ്രത്തെ വ്യൂ ആയിട്ടത്. സൺഡറിൽ നിൽക്കുമ്പോൾ അല്ലേ വ്യൂ അത്. ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ ഔട്ടാവട്ടെ. ലാസ്റ്റത്തെ ചെക്ക് പോസ്റ്റ് അത്. ടിപ്പറാരെ ഇങ്ങനെ സൈഡാക്കിയാണ് ഞങ്ങൾ. എല്ലാവരും ലോഡായിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇറങ്ങുള്ളൂ ഇവിടെ നിന്നൊക്കെ. ലാസ്റ്റത്തെ ചെക്ക് പോസ്റ്റാണ്. എനിക്ക് ഫുള്ള് കാണിക്കാനൊക്കെ താല്പര്യമുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ ഒന്നാമത് ഐഫോണാണ്. ചാർജ് കഴിഞ്ഞാൽ വേറെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ കഴിയില്ല. പിരാന്താവും. നമ്മൾ ഇതിനായിട്ട് ഒരു ദിവസം ഈ കയറി വന്നാണ്ട് കാര്യമായിട്ടുള്ളൊരു വീഡിയോ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നാട്ടിൽ ചെന്നാൽ നിരാശയായി. കാരണം പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ ടൈം ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഫാസ്റ്റ് ആക്കുന്നില്ല. അവിടെ ഉള്ളൂ അല്ലേ? ആ എന്താ വർത്താനാണ്. എന്തോ ആരോ ഒന്ന് ലാഗായി കഴിഞ്ഞാൽ ബാക്കൊക്കെ ഇങ്ങനെ ലാഗായിക്കൊണ്ടേ നിൽക്കും. കല്ലടൻ്റെ അവസ്ഥ ബാക്കിൽ. അങ്ങനെ നമ്മളെ നാട്ടിൽ ഡ്രൈവ് ഞാൻ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അവിടെ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഒരു കേരള RTO ഉണ്ട് കേട്ടോ. കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അവിടെ നിന്ന്. നമുക്കിവിടെ നിർത്തണ്ട. അതാണ് കേരള RTO ഈ റൂട്ടിലത്തെ.
എക്സസൈസ് ആട്ടോ ഈ അരുവില്. ഇതുവരെ നമ്മൾ ഒരുപാട് വ്ളോഗർമാർ ചെയ്തിട്ടുണ്ടോ, എന്നാലും നമ്മളെ ചാനലിൽ ഇതൊന്ന് പരിചയപ്പെടുത്തുക, നമ്മളെ നന്ദിൻ്റെ വണ്ടിൻ്റെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരിക. പിന്നെ നമ്മളെ നാടിൻ്റെ അടുത്തുള്ള വണ്ടിയാണ്, നമ്മളെ ചങ്ങായിൻ്റെ കുടുംബക്കാരെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സുഖം. ഞാൻ ചിലപ്പോൾ ഈ ഏരിയയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വയനാട് ചുരയാണ് പരിചയപ്പെടുത്താം. അതെന്താ പ്രശ്നം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫോണിൽ ചാർജ് നിൽക്കില്ല. ഈ ഫോണിൽ അതൊരു മെയിൻ പ്രശ്നമാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്യാമറ ഓൺ ആക്കിയാൽ ഏറ്റവും കൂടുതൽ ചാർജ് പോകും അതിൽ. ഇപ്പം നെറ്റ് ഇത് ഒരു വിനോദ കേന്ദ്രം കേട്ടോ. ഓ ഗുണ്ടം കയറിയുണ്ട് ഞങ്ങൾ. ഏതോനൊക്കെ ഒരു ടീം എന്തോ കാട്ടിയിട്ട് പേര് തന്നെ. ഇങ്ങോട്ട് വരുമ്പം ഇവിടെ സ്റ്റോപ്പ് ആക്കും കേട്ടോ വണ്ടികളൊക്കെ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് അവിടെ ലോക്കാക്കി ഇടും. ചേസുകൾ കണ്ടമാനം പോകുന്നുണ്ട് കേട്ടോ. പ്രകാശിക്കേക്കും ലേശം വെള്ളം വെയിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തുനിന്ന്. വണ്ടി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പോകുന്ന 2 വണ്ടിയാണ്. 3 വണ്ടി ഉണ്ടായി, ഒന്ന് ചെറുതാണ്. കെ രജിസ്ട്രേഷൻ ആട്ടോ, കെ ഒന്നാണ്. നമ്മൾ ചായ അടിച്ചാൽ നിർത്തുക ആ ഹോട്ടലിൽ. ചായ അടിച്ചാൽ നിർത്തിയാണ് ഇങ്ങനെ അടുത്ത വീഡിയോ സെറ്റ്. ഇനി നമ്മൾ കാണുക ചുരത്തുമത്തെ വീഡിയോ ആക്കാൻ കേട്ടോ. ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ ഒരുപാട് വീഡിയോ എടുക്കുമ്പോൾ ഐഫോണിൻ്റെ ചാർജിൻ്റെ പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. വണ്ടി പുറത്തത്തെ മോഡിഫിക്കേഷനാണ്. ഇവിടെ ഉണ്ടെങ്കിൽ ലൈറ്റ് ഒരു കിട്ടുന്ന ലൈറ്റ്, ഒരു നീല കളറിനനുസരിച്ച് ലൈറ്റും കൊടുത്തിന്. ഫ്രീസറാണ് കേട്ടോ മേലൊക്കെ. ഒരു LED ബോർഡ് കൊടുത്തിന്. കളറ് നല്ല ലുക്കാട്ടാ കാണാൻ. ഇതിന്മേ നന്ദിൻ്റെ കമ്പനീൻ്റെ പ്രിൻ്റിങ് ഐസ്ക്രീം. ഈ വണ്ടിമേലാണെങ്കിൽ നമ്മളെ കളിക്കാരോ പ്രിൻ്റ് സ്പോർട്സ് പരമായിട്ടുള്ള വീലൊക്കെ ചെയ്തൊക്കെ നീലോണ്ടൊരു കളിഞ്ചെറിയാക്കിയത് കേട്ടോ. വണ്ടി തന്നെ വേറെ ലുക്കാ.
കേബിൻ്റെ ഉള്ളിൽ പിടിച്ച് കയറാൻ ഇവിടെ ഏതാക്കും കയറാട്ടോ. ഗിയർ ഷിഫ്റ്റിംഗ് കണ്ട ഞങ്ങൾ റിവേഴ്സ് നേരെ ഇങ്ങോട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് 5 6 എയർ അസിസ്റ്റ് അതാ എയർ ബ്രേക്ക് ഏസിൻ്റെ കൺട്രോളിങ് പിന്നെ മറ്റു സ്വിച്ചുകൾ ലിഫ്റ്റ് ആക്സിലിൻ്റെ അങ്ങനെ നമ്മൾ രാവിലെ കാട് പാസ്സായി ഇവിടെ വയനാട് ചായ കുടിച്ച് നേരെ ചുരത്തുമ്പോൾ കാട്ടാ പോവാം. നമ്മൾ ചുരത്തുമത്തെ ഒരുപാട് കാഴ്ചകളുണ്ടാവും. വയനാട് ചുരം സ്റ്റാർട്ട് ചെയ്യാട്ടോ. ഫോറസ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഈ റൂട്ടിൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഒന്ന് വയനാട് ചുരം തന്നെ. ബ്രേക്ക് ഇട്ട് പതുക്കെ ഇറങ്ങുള്ളൂ. കാറാറിൻ്റെ പേരിനെങ്കിൽ ഇങ്ങനെ വരുന്നേ ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്തോക്കെ കാട്ടി മുമ്പിലെത്താം. ആകെ 5 6 കയറ് കിട്ടുള്ളതിന് ആ വരവിന്. കാഴ്ചകൾ ഓരോ വളവൊന്നും ഓണടിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ വേറെ വണ്ടികൾ കയറി വരും. പിന്നെ ചെറുവണ്ടിൻ്റെ മാതിരി ബേസ് പോരാൻ പറ്റില്ല. വലിയ ലോഡില്ല വണ്ടിയല്ലേ. പതുക്കെ പതുക്കെ ഇങ്ങനെ പോരുള്ളൂ.
അടുത്ത വളവ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നേരെ ഇറങ്ങി പോകില്ല, ഇവിടെ നേരത്തെ നോക്കണ്ടല്ലോ. രണ്ട് 4 സൈഡും കണ്ണു കാണട്ടോ. ഇതിലാണ്ടൊക്കെ വണ്ടികൾ കയറും. കാരണം ഞങ്ങൾ ഇതൊക്കെ ആ വളവ് ഒടിച്ച് വന്നിട്ട് വണ്ടി ഇങ്ങനെ കയറി പോവാം. ചെത്തുമ്പോൾ കൂടെ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനത്തെ ഹൈറ്റിലെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാം കേട്ടോ. അതായത് കാണാൻ അത്രയും ടോപ്പിയൊക്കെ നമുക്ക്. ഫ്രണ്ട് വ്യൂ അത്രോ ഫുള്ളാവും. ഇവിടെ ഓലി മണം സമ്മതിച്ച കുറച്ച് വീതി KSRTC തന്നെയാണ് അയാള്. കുറച്ച് വീതി കാണും. ഹലോ അത്രയും ഓണടിച്ചിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓണടിച്ച് വരെ കേട്ടില്ല അംശം കേട്ടോ. ഒന്നാമത് വീതി കുറഞ്ഞ സ്ഥലം, പിന്നെ നമ്മളെ വണ്ടി അത്യാവശ്യം വലിയ വണ്ടിയാണ്. ഈ റൂട്ടിൽ പോരുകയാണെങ്കിൽ തന്നെ ഏറ്റവും റിസ്ക് ചുരം തന്നെ അല്ലേ? ചത്തുമോടൊക്കെ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. 4 ഭാഗം നോക്കണം, അത്ര എക്സ്പീരിയൻസ് ആണ്.
ലുക്ക്. അവിടെ ഒരു വളവുണ്ടാള് ആ വണ്ടിയൊക്കെ വലിയ വണ്ടികൾക്ക് ബാക്ക് വെക്കേണ്ടി വരും. ഓടിച്ചിട്ട് അങ്ങനെ കിട്ടൂല സംഗതി. ആ വണ്ടിയാണ് ഞങ്ങൾ ബാക്ക് വെക്കണേ. അങ്ങനെ ഇറങ്ങി പോവാ ബാക്ക് വെച്ചാണ്. 6 വീലൊക്കെ സുഖമായിട്ട് പോട്ടോ. 12 വീലിലാണല്ലോ വണ്ടി. ഒന്നുകൂടി വരുന്നുണ്ട്. ഒന്നുകൂടി വരുന്നുണ്ട്. ബസ്സുകാർക്ക് അർജന്റേക്കും. അല്ല ഒരു മണിക്ക് സൈഡ് എടുക്കണം. ആംബുലൻസ് വരുന്നുണ്ട് ബാക്കിൽ. പതുക്കെ പോകണല്ലേ. ചില ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ ഇവിടുന്ന് പോകണല്ലേ. കോഴിക്കോട് എത്തുമ്പോൾ ആളെ ഇറക്കിറങ്ങിയാണ്ടേ ബസ് കണ്ടമാറുണ്ടല്ലോ. കോളേജിൽ നിന്നൊരു ടൂറാവൂലേ? ഇതൊരട്ടം വന്നാണ്ട് ഒരു കർണാടക വണ്ടി ഓടിച്ചത് കഴിച്ചു. വേറെ കഴിഞ്ഞ് നടുവ് സ്റ്റെക്കായി. ഓൻ വിചാരിച്ച സ്ഥലത്തൂടെ ഒടിവ് കിട്ടിയില്ല. വെന്റായിന്ന്. പോവാൻ പറഞ്ഞാണ്ടേ ചിലവരങ്ങനെ മെയിൻ്റെ ഒക്കെ അല്ല. ചിലർ കജ്ജക്കെട്ട് നല്ല തമ്മിലോടും. പഴയ ഡ്രൈവർമാരുണ്ട്. ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ.
ഇങ്ങനെ ഇവിടെ ഉണ്ടായില്ലേ അവിടെ നിന്നിട്ട് ഇവിടെ അല്ലേ തൊട്ടേക്കില്ല ഇവിടെ വേഗമൊക്കെ ഉണ്ടോ ആഹാ ഈ രണ്ട് ഏരിയ അല്ലേ വണ്ടിയാണ് ഞങ്ങൾ ബാക്ക് വെക്കണേ രണ്ട് വളവുണ്ട് ഈ ചെറുത്തുമ്പോ ബാക്ക് വെക്കണേ എല്ലണ്ടികള് ഞാൻ 6 സുഖമായിട്ട് ഇറങ്ങി പോകും 6 പ്രശ്നമല്ല 6ന്റെ വേപ്പിട്ട് ടയറുണ്ടോ അവൻ ഇവിടെ ബാക്ക് വെക്കേണ്ടി വരും ഈ വണ്ടി ആ വണ്ടി മാറ്റ ആ പ്രിന്റിങ്ങിന് മാത്രമേ ഉള്ളൂ അല്ലേ സ്റ്റിക്കറിന്റെ വണ്ടി പറഞ്ഞാല് വണ്ടി മാറ്റം അലുമിനിയം ബോഡി അലുമിനിയം ബോഡിയാണ് ഇത് കറക്റ്റ് കണ്ടെയ്നർ ബോഡിയാണ് നമ്മളെ കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ ഈ ഷിപ്പ് യാർഡിലൊക്കെ അല്ലേ കണ്ടെയ്നർ അപ്പൊ ഇത് വെയിറ്റ് കൂടുതലാണ് വെയിറ്റ് കുറവാണ് ഇത് ഇറങ്ങിയതിന്റെ ശേഷം ഇറങ്ങിയ ഇത് ആദ്യം ഇറങ്ങി അപ്പൊ ആദ്യത്തെ ഇറങ്ങിയപ്പോ നമ്മൾ വിചാരിച്ചില്ല ഇത്ര ഉണ്ടാവുന്നില്ല പിന്നെ നമ്മള് നേരെ മാറ്റി പിടിച്ച് അപ്പൊ ഓരോ ഉണ്ടാവുമല്ലോ ഓരോന്നങ്ങനെ എടുത്ത് ഇതാകുമ്പോഴാണല്ലേ ഏതാ ലുക്ക് വണ്ടി വളപൊടിച്ചാണ് വരുന്നേ പോലീസായിരുന്നു ഓവർടേക്കിങ് സമ്മേക്കാണ്ടോ
അത് നിർത്തിയല്ലോ അല്ലേ? ചുരം കഴിഞ്ഞിട്ടോ. ഞാൻ ചിലപ്പോൾ റണ്ണിങ് വീഡിയോ ഞാൻ കാണിക്കൂല. റണ്ണിങ് വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അത്രയും ടൈമും ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് ചടപ്പ് കയറാം. ഞാൻ നേരെ നമ്മളെ അൺലോഡ് ചെയ്യണ പ്ലേസ് കയറട്ടെ കാണിക്കുക. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അൺലോഡ് ചെയ്യണ ഏരിയ. അവിടെ എത്ര വണ്ടികളുണ്ട് അല്ലെങ്കിൽ അതുപോലെ ഗോഡൗണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ. ഇതൊക്കെ ഓരോ സീരിയസ് ആക്കി എടുത്താട്ടോ. അടിവാരെത്തി. താമരശ്ശേരി ജംഗ്ഷനെത്തിട്ടോ. താമരശ്ശേരി ജംഗ്ഷനിലാണ് ഞങ്ങൾ ബ്ലോക്ക്. അപ്പോൾ ഇതിന് മുമ്പൊരു സീൻ ഉണ്ടായിരുന്നു. ആ സീനിൻ്റെ ഒക്കെ കിട്ടിയില്ല. നല്ലൊരു കോമഡി സീനേ. ഇവിടെ നിന്ന് ഒടിഞ്ഞ് കിട്ടാനാ പണി. നമുക്ക് തിരിയാനുള്ള സൈഡ് ഈ സൈഡാട്ടോ. നമ്മളിതിലാണ്ട് ഇങ്ങനെ പോകും നേരെ മുക്കത്തേക്ക്. ട്രാഫിക് വെച്ചിട്ടും കാര്യമല്ലേ ഈ ജംഗ്ഷനിൽ. നേരെ മുക്കം. മുക്കത്തെ അഗസ്റ്റുമായി വെച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കയറും. നമുക്ക് ഇതിലാണ്ട് തന്നെ ഒടിക്കേണ്ടി വരും. അതിലാണ്ട് നമുക്ക് ഒടിവ് കിട്ടൂല. ഇവിടുന്ന് പോകാനവരുണ്ടോ? 1.5 അൺലോഡിങ് പോയിന്റ് എത്തിട്ടോ നമ്മളെ ഞങ്ങള്. വണ്ടികൾ ചെറുതും വലുതായിട്ട് ഇങ്ങനെ നേരായിട്ട് നിൽക്കണേ. ഇഷ്ടം പോലെ വണ്ടികളുണ്ടോ? ലോഡ് കയറ്റിന് ഇറക്കണേ. വണ്ടികളാണ് ഞങ്ങൾ ഒക്കെ ഒന്നിനൊന്നിനും വെച്ചല്ല വണ്ടികളാട്ടോ. ഭാരത് ബെൻസിനോട് എന്തോ ഒരു ഇഷ്ടം വിൽക്കുന്നുണ്ട് കേട്ടോ ഈ കമ്പനിക്ക്. ഫുള്ള് ഭാരത് ബെൻസിൻ്റെ ട്രക്ക് ഏകദേശമൊക്കെ. നമ്മളാ ജീപ്പിലട്ടഞ്ഞ് പോണേ. അതിലിങ്ങനെ പോകും. ഓ സീറ്റ് സെറ്റാക്കി.